യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗലാത്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. 3-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച് നിർത്തി. വാക്യപ്രതിവാക്യമായിട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ന്യായപ്രമാണം അതാരെയും ജീവിപ്പിക്കുന്നില്ല. ന്യായപ്രമാണം അല്ലെ പഴയ നിയമം, അത് വേണ്ട എന്നല്ല, പക്ഷെ അതാരെയും ജീവിപ്പിക്കുന്നില്ല. അത് സ്തോത്രം തെറ്റാന്നല്ല, പക്ഷെ ജീവൻ പ്രാപിക്കുവാനും നീതീകരണം പ്രാപിക്കുവാനും ക്രിസ്തുവിൽ കൂടുള്ളൊരു പ്രമാണം. ഇവിടെ ഗലാത്യ സഭയോട് ഇത് പറയാനുള്ള കാരണം നമുക്കറിയാം. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചാണല്ലോ. തീത്തോസ് പൗലോസിൻ്റെ കൂടെ അവിടെ വന്നപ്പോൾ തീത്തോസിനെ എന്ത് ചെയ്യാൻ അവർ പറഞ്ഞു? ഈ വിശ്വാസികളാണ്, ഈ ദൈവമക്കൾ എന്തു പറഞ്ഞു? തീത്തോസിനെ പരിച്ഛേദന ചെയ്യുവാൻ അവർ പറഞ്ഞു. ഈ പരിച്ഛേദന ദൈവമക്കൾ ക്ഷീണിച്ചപ്പോൾ ഈ പറഞ്ഞില്ലേ, പള്ളിയുടെ ആചാരങ്ങളും പല നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ് നമ്മൾ എവിടെ വന്നത്? ദൈവസന്നിധിയിൽ വന്നത്. ഈ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ നമ്മൾ എടുത്ത തീരുമാനങ്ങളൊക്കെ മാറുകയും വീണ്ടും പഴയ അനുഭവത്തിൽ പോകുന്ന അവസ്ഥ അത് പലരുടെയും ജീവിതത്തിലും പല ദേശത്തും പല സഭകളിലും പല ദേശത്തെ സഭകളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ സമുദായിക അപ്പോസ്തോലിക സഭ ക്ഷീണിച്ചപ്പോഴാണ് എന്ത് വന്നത്? ആദ്യകാലത്ത് AD 325 ഈ നിക്കയ കൗൺസിലും ഈ പറയുന്ന സാമുദായിക സഭകൾ അതിൻ്റെ ആരംഭമൊക്കെ അപ്പോസ്തോലിക സഭ ക്ഷീണിച്ചപ്പോൾ, ആത്മാവിൽ ജനം ക്ഷീണിച്ചപ്പോൾ, ഓരോ ദേശത്തും അപ്പോസ്തോലന്മാർ സ്ഥാപിച്ച നമ്മൾ വചനത്തിൽ കാണുന്ന ഈ സഭകൾ ക്ഷീണിച്ചപ്പോൾ ഗലാത്യ സഭ ഇത്ര പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോയോ? ആത്മാവിലല്ലേ തുടങ്ങിയത്, എന്തിനാ ജഡത്തിൽ അവസാനിക്കുന്നത്? അപ്പം ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ നമുക്ക് പിന്നെ ചില ഷോ ഒക്കെ കാണിക്കാൻ വേണം. ഞാനല്ലോ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ വെള്ളവസ്ത്രമൊക്കെ പുറത്ത് ധരിക്കുന്നു, ഏറ്റവും നല്ലതാണ് യോഗ്യമായി വരുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ബാഹ്യ കാര്യങ്ങൾ നമ്മൾ കാണിക്കുമ്പോഴേ ഓർത്തോണം എവിടാ ക്ഷീണം. ആത്മീയമായ ക്ഷീണമാകുമ്പോഴാണ് ഞാൻ ആത്മീയനാ എന്ന് സമൂഹത്തെ ഒന്നുമില്ല ദൈവജനത്തെ കാണിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിയാതെ ചെയ്തു കൂട്ടും. ഇവർ ആത്മീയമായിട്ട് ക്ഷീണിച്ചപ്പോൾ ഇവിടെയുള്ള പഴയ യഹൂദന്മാർ നിമിത്തം ഇവർ പല പരിച്ഛേദന, അപ്പോൾ അതിനൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുവാ? ന്യായപ്രമാണത്തെയാണ്. മോശ പറഞ്ഞിട്ടില്ലേ, എബ്രഹാം പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന അവരിൽ കൂടി നീതീകരണം പ്രാപിക്കത്തില്ല. എബ്രഹാമിൽ കൂടെയുള്ള വിശ്വാസത്തിൽ കൂടാണ്. എബ്രഹാം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് എബ്രഹാമിൻ്റെ പേര് ഇവിടെ എടുത്തിട്ട് 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, നമ്മൾ ഓരോരുത്തരും സ്നാനപ്പെട്ടത് ഇനി ന്യായപ്രമാണവും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കാനല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ എന്ത് ചെയ്തു? ക്രിസ്തുവിനെ we have put on Christ, ഇല്ലേ? കർത്താവിനെ നമ്മൾ എന്ത് ചെയ്തു? ഇനി കാണുന്നവരെന്നെ അല്ല, ഞാൻ ഏത് കുടുംബത്തിലോ, എൻ്റെ കുടുംബ മഹിമ, ഞാൻ എൻ്റെ പഠിത്തം അല്ലെ യോഗ്യത, അതൊക്കെ പോയി. അതൊക്കെ കർത്താവിനോട് കൂടി എന്ത് ചെയ്തു? ക്രൂശിച്ചു. രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഇനി പറയുവാൻ പുകഴുവാൻ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന രൂപാന്തരം. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നു. അപ്പോസ്തലൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട ഓരോരുത്തരും മനസ്സിലാകണം, ലോകമനുഷ്യർ കാണുമ്പോൾ ഇന്ന സഭയുടെ ലേബലല്ല, ഇന്ന മലയാളി എന്തൊക്കെ സമൂഹമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ, ഞാൻ ക്രിസ്തുവിനെ ധരിക്കുന്ന ആൾ, അല്ലെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അവരിനി കാണേണ്ടത് എന്നെയല്ല, ക്രിസ്തുവിനെ. അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസവുമില്ല, യവനനില്ല, യഹൂദനില്ല, മലയാളി എന്നില്ല, ഏത് ദേശക്കാരൻ എന്നില്ല, എല്ലാവരും കർത്താവിനെ കർത്താവുമായിട്ട് ചേരുവാൻ, കർത്താവ് ഉള്ളിൽ വസിക്കുവാൻ, ആ ദൈവകൽപ്പന അനുസരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ ധരിക്കുന്നത് ക്രിസ്തുവിനെ. അപ്പം പിന്നെ പൊങ്ങച്ചത്തിന് വല്ലോ ഞാൻ ആരാന്നും ഈ പൊങ്ങച്ചമൊക്കെ അറിയാതെ പിന്നെയും ഈ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ ദൈവമക്കളുടെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. കൂട്ടു സഹോദരനെ കൊച്ചാക്കാൻ, അവരുടെ മുമ്പിൽ വെച്ചൊക്കെ അവരെക്കാൾ വലുതാണെന്നും ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രശംസിക്കാൻ അറിയാതെ സാത്താൻ ഉള്ളിൽ തരുവാണെങ്കിൽ ഓർത്തോണം, നമുക്കെല്ലാം പറയാൻ ഒന്നേ ഉള്ളൂ, കർത്താവ് എൻ്റെ ഉള്ളിൽ വന്ന നാൾ മുതൽ സ്തോത്രം ഞാനിപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എവിടെയെങ്കിലും ഏരിയയിൽ അറിയാതെ ധരിച്ചിരിക്കുന്ന കോട്ടൊന്ന് മാറിപ്പോയി എന്നെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്തോണം? ശരിക്കും ഒന്ന് എടുത്ത് ആ കോട്ടൊന്ന് ഇട്ടോണം. ക്രിസ്തുവിനെ കാണേണ്ടത് ആൾക്കാർ. യെസ്, അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. നമ്മളെല്ലാം അടുത്ത ലാസ്റ്റ് വാക്യം നമ്മൾ ഇത് വായിച്ചാൽ നിർത്തിയത്. 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എബ്രഹാമിൽ കൂടുള്ള വിശ്വാസം നിമിത്തം നമ്മൾ ഓരോരുത്തർ അവകാശിയായി, കൂട്ടവകാശിയായി. റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചില്ലേ, അവകാശി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കർത്താവ്
സർവ്വ അധികാരിയാണ്. കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ ദൂതന്മാരും രണ്ടുകൊണ്ട് സറാഫുകളൊക്കെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ മുഖത്ത് പോലും നോക്കാതെ അത്രയും മഹത്വത്തിലാണ് കർത്താവ് വസിക്കുന്നത്, അത്രയും തേജസ്സിലാണ് കർത്താവ് വസിക്കുന്നത്. ആ കർത്താവിൻ്റെ മുമ്പിൽ, ആ കർത്താവിനോട് മണവാട്ടിയായി തീരുമ്പോൾ, ആ കർത്താവിൻ്റെ മണവാട്ടിയായി കൂട്ടവകാശിയായി തീരുമ്പോൾ നമ്മളെയും കർത്താവ് ഉയർത്തുന്നത് ഏതൊരു മഹത്വത്തിലേക്കാണ്? കർത്താവിൻ്റെ മേലുള്ള അതേ തേജസ്സിനാലല്ലേ, കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് യേശുവിന് തുല്യമായി കൂട്ടവകാശി ആകണമെങ്കിൽ റോമാലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവനോടുകൂടി കൂട്ടവകാശിയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അവനോടുകൂടി ഇഷ്ടമല്ലാത്ത വാക്കാ, കഷ്ടം സഹിച്ചാലേ പറ്റൂ. അപ്പം പാർട്ട്ണറാണല്ലോ. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒരു ബിസിനസ്സിൽ തുടങ്ങുമ്പോൾ പല പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ 2 പാർട്ട്നേഴ്സോ 2, 3, 4 പാർട്ട്നേഴ്സ് തുടങ്ങുമ്പോൾ, ഇവിടെയൊക്കെ ലിമിറ്റഡ് കമ്പനിയുള്ള സഹോദരന്മാരുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്തെ പ്രത്യേകത എന്തോന്നറിയാം? ആ ക്ലോസ് എന്തോന്നറിയാം? ലാഭം വന്നാലും ഈക്വൽ ഡിവിഡൻറ്റ്, നഷ്ടം വന്നാലും നമ്മളത് ഒരുപോലെ എന്ത് ചെയ്യും? ഈക്വലായിട്ട് സഹിക്കും. നമുക്ക് അനുഗ്രഹം, ക്രിസ്തുവിൽ കൂടെയുള്ള അനുഗ്രഹമെല്ലാം നമുക്ക് എന്ത് വേണം? കൂട്ടവകാശിയാണ്. നിന്ന സഹിക്കാൻ മനസ്സില്ല, കഷ്ടത സഹിക്കാൻ മനസ്സില്ല, വില കൊടുക്കാൻ എന്തില്ല? കൂട്ടവകാശിയാണ്. എന്തുണ്ട്? കർത്താവ് ശരിക്കും വില കൊടുത്തിട്ടാണ് നമ്മളെ വാങ്ങിച്ചത്. നമ്മൾ മറ്റുള്ളവരെ നേടണമെങ്കിൽ എത്രത്തോളം വില കൊടുക്കണം ദൈവമക്കളെ. നമുക്ക് ഈ വില കൊടുക്കാൻ മനസ്സില്ലാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥതയുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ ദൈവമക്കളെ, അവിടെ എല്ലാം കർത്താവിനോട് പ്രാർത്ഥിക്കാം, എന്നെ പണിയണമേ. ഞാൻ കൂട്ടവകാശിയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് കൊടുത്ത പോലെ വില കൊടുക്കണം. കർത്താവ് എടുത്ത പോലെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ക്രൂശ് വഹിച്ചാലേ പറ്റൂ. കർത്താവ് സഹിച്ചതുപോലെ സഹിക്കുക. അതുകൊണ്ട് ബൈബിൾ എഴുതിയേക്കുന്ന അവസാനം വരെയും സഹിക്കുന്നവൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷ ആരംഭിച്ചതേ ഉള്ളൂ. അവസാനം വരെയും ദൈവമക്കൊക്കെ ഒരു ചിന്തയുണ്ട്. ഈ വിശ്വാസത്തിൽ വരുന്ന ആദ്യകാലം കുറച്ച് കഷ്ടതയൊക്കെ കാണും, പ്രതികൂലമൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് എന്തുവാ? ആ കയറ്റമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? പിന്നെ അങ്ങ് പരമസുഖമാണെന്നാണ് വിചാരം. ഇറക്കം പോലെ അല്ല ദൈവമക്കളെ. ബൈബിള് പറയുന്നു, യേശു കർത്താവ് പറയുന്നു, അവസാനം വരെയും സഹിക്കുന്നവനാണ് എന്ത് ചെയ്യുന്നത്? അവസാനം വരെയും വിശ്വസ്തനായി തീരുക, അവസാനം വരെയും ജയാളിയായി തീരുക. എപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടാണ് അടുത്ത വാക്യം നമുക്ക് പഠിച്ച്. ഇത് ഗലാത്യ സഭ മാറിപ്പോകാൻ കാരണം ഒന്നേ ഉള്ളൂ. അവർ നല്ലപോലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയൊക്കെ മനസ്സിലാക്കി, ബലമില്ലായിരുന്നു, ആത്മീയ വളർച്ച പ്രാപിക്കാൻ പറ്റിയില്ല. വെളിയിൽ കാണിച്ചു, അഭിഷേകമൊക്കെ പ്രാപിച്ചു. അന്നൊക്കെ എല്ലാവരും അഭിഷേകം പ്രാപിക്കും. അന്നൊക്കെ സഭയിൽ എല്ലാ കൃപാവരങ്ങളും ഉണ്ട്. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു കൊരിന്ത്യ സഭയുടെ കാര്യം പഠിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നത്, ഇല്ലേ? അപ്പം ഇവിടെ അവരോട് പറയുക, എന്തുവാ നിങ്ങൾ വളർച്ച ഇല്ലാത്ത ഒരു അനുഭവമാണ് നിങ്ങൾ ഈ പെട്ടെന്ന് മാറിപ്പോകാനുള്ള കാരണം. ഈ മാറിപ്പോകുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്ര പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോകുമെന്ന് പറയുമ്പോൾ അവിടെ സഭയിൽ പലരും ആത്മീയ ക്ഷീണമുള്ളവർ, പല ദൈവദാസന്മാർ, വിശ്വാസികളെന്ന് പറഞ്ഞാൽ ആരും മാറിപ്പോകത്തില്ല, ദൈവദാസന്മാരാണല്ലോ ശുശ്രൂഷിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വന്നുപോയ ഗലാത്യ സഭയിൽ വന്നുപോയ അനേകർ പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്ന അല്ലാത്ത വചനം, ഭൗമിക വചനങ്ങളും ലോകത്തിൽ നിന്നെ ഉയർത്തുന്നും വചനത്തിൽ, പുതിയ നിയമ വചനത്തിൽ പ്രത്യേകിച്ച് പ്രമാണമില്ലാത്ത അപ്പോസ്തലന്മാരോ കർത്താവോ ഒന്നും പഠിപ്പിക്കാത്ത, മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളിവിടെ ശ്രേഷ്ഠരാവും, നിങ്ങൾ കാണാത്ത ലക്ഷറി സുഖം, ഇതൊക്കെ പഠിപ്പിച്ചപ്പോൾ ഗലാത്യ സഭ അതിനും എന്ത് ചെയ്തു? ആ അമ്മേനൊക്കെ പറഞ്ഞ് അങ്ങ് എന്ത് ചെയ്ത്? അങ്ങനെയാണ് അവർ പതുക്കെ എന്ത് ചെയ്തത്? അവർ മാറിപ്പോയത്. അങ്ങനെ പലവിധ വചനങ്ങൾ, പലവിധ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അവരങ്ങ് മാറിപ്പോയി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയല്ല ഞാൻ നിങ്ങളെ വരച്ച് കാണിച്ചു. പിന്നെ നിങ്ങൾ എത്ര പെട്ടെന്ന് അതിൽ നിന്ന് എന്ത് ചെയ്ത് മാറി മറ്റൊരു സുവിശേഷം, ഒരു പാരലൽ ഗോസ്പൽ ഇല്ലേ, മറ്റൊരു സുവിശേഷത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. വലിയൊരു മർമ്മമായത് കേട്ടോ. കൂട്ടവകാശിയ എന്ന് തൊട്ട് മുമ്പത്തെ ഈ വാക്യങ്ങളൊക്കെ പിന്നെ ബൈബിൾ ട്രാൻസ്ലേഷനിലാണ് ചാപ്റ്റേഴ്സും വേഴ്സസും ഒക്കെ ആയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുക കൂട്ടവകാശിയ എന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. കൂട്ടവകാശിയൊക്കെയാണ്, പക്ഷേ നിങ്ങൾ ഇപ്പോഴും ക്രിസ്തുവിൽ ശിശുവാണെങ്കിൽ, ആത്മീയമായിട്ട് വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരാണ് എഴുതിയിരിക്കുന്നത്? ഒന്നുകൂടെ വാക്യം വായിച്ച് ശ്രദ്ധിക്കണേ. നമ്മുടെ വിളി എന്തുവാ? അവകാശി, കൂട്ടവകാശി. കർത്താവിൻ്റെ തലയോളം സർവ്വത്തിലും വളരുവാനാണ് നമ്മുടെ വിളി, നമ്മുടെ കോളിംഗ്. നമ്മൾ എന്ത് ചെയ്യണം? ആ കോളിങ്ങിന്, ആ വിളിക്കൊന്ന് സമർപ്പിച്ച്
പരിശുദ്ധാത്മാവ് നമ്മളെ പണിയുന്ന അനുസരിച്ച് നമ്മൾ വളരണം. വളർന്നില്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന നീ വെറും ദാസനാണ്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്ങാണ്. ഒരു വീട്ടിലെ മകനും, ആ മകൻ അറിയാം ഇതെൻ്റെ ഭവനമാണ്. ആ മകൻ ആ വീട്ടിൽ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല, വീട്ടിൽ നിന്ന് പറയുന്ന ജോലി, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത് കാശിനല്ല. അവിടെ വരുന്ന ഒരു ജോലിക്കാരനോ, നമ്മളിപ്പം കേരളത്തിൽ പൊതുവേ ഒത്തിരി ബായിമാരാണ് വന്ന് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ജോലിക്കാർ പെട്ടെന്ന് ബായ്, അപ്പം ഏതെങ്കിലും ഒരു ബായ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ ആ വ്യക്തി ആ പണിത് 5 മണിക്ക് ആ വ്യക്തിയുടെ കാശ് അത്രയേ ഉള്ളൂ. ആ കാശ് കിട്ടി, താൻ എന്ത് ചെയ്തു, പിന്നെ ഒരു അവകാശമൊന്നും ആ വീട്ടിലില്ല, താൻ പോയി. അപ്പോൾ തനിക്ക് എന്തുണ്ട്, ആ ഒരു പീസ് വർക്കിൻ്റെ കൂലി, അതാണ് തൻ്റെ സന്തോഷം. പക്ഷേ വീട്ടിലെ മകൻ്റെ സന്തോഷം എന്തുവാ? എൻ്റെ വീട്ടിലെ ഓരോ പണി നടക്കുമ്പോൾ കാശിനല്ല പണിയുന്നത്, ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഇതെൻ്റെ അപ്പൻ്റെ ഭവനമാ. എത്ര പേരാ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ ഓരോരുത്തരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതും ഓരോരുത്തരെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ പണിതെടുക്കുവാൻ ഇതെൻ്റെ അപ്പൻ്റെ ഭവനമാണ്. ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ആൾക്കാരെ ചേർക്കുവാൻ ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്. റെസ്പോൺസിബിലിറ്റി കാശിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ദാസൻ, മകൻ, ഇതിവിടെ മാത്രമല്ല, എല്ലാ സഭയോടുള്ള ലേഖനത്തിലും ഈ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ഇവരും ഈ സ്വാർത്ഥതയാണല്ലോ, ഈ സെൽഫിഷ്നെസ്സാണ് ഈ മകൻ, ആ ഒരു മകൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മേൽ പകർന്നത്. പക്ഷേ പുത്രത്വത്തിൻ്റെ ആത്മാവ് പോയിട്ട് ഒരു ദാസത്വത്തിൻ്റെ ആത്മാവ് വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഒരു ദാസൻ്റെ രണ്ട് മനസ്സാണ്. ഒരു പുത്രൻ്റെ മനസ്സും ഒരു ജോലിക്കാരൻ്റെ മനസ്സും. ആ ജസ്റ്റ് കൂലി കിട്ടി പോയി. ഇത് രണ്ട് മനസ്സാണ്. അപ്പം നമ്മുടെ ദൈവമക്കൾ പോലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്താൽ എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണേ, ഭാര്യയെ അനുഗ്രഹിക്കണേ, മക്കളെ അനുഗ്രഹിക്കണേ, ഞങ്ങളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണേ. ഗോഡ് ബ്ലസ് യുവും ഗോഡ് ബ്ലസ് മീയും ഒക്കെ പറഞ്ഞ് GBU കൾച്ചറിലാണ് ഇപ്പോൾ എല്ലാവരും. ഇത് മാത്രമേ ഉള്ളൂ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണേ. ഇത് തന്നെയല്ലേ ജാതികളുടെയും പ്രാർത്ഥന. നമ്മളിവിടെ അടുത്ത കലൂർ പള്ളിയുണ്ട്, അടുത്ത എടപ്പള്ളി പള്ളിയുണ്ട്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എവിടെ ചെന്നാലും അവിടെ എല്ലാം ആൾക്കാർ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് അവരെന്തോ പ്രാർത്ഥിക്കുന്നത്? എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, എനിക്ക് വഴി തുറക്കണമേ. അവർക്ക് ആ ലോകത്തിന് പ്രഭു ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനാണ് സ്ഥലം, അവിടെയൊക്കെ പോയാൽ മതി, പെട്ടെന്ന് കാര്യം സാധിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ വന്നത് ഇതിനല്ല. പിന്നെ ആരാ നമ്മുടെ പ്രൊവൈഡർ? കർത്താവ് എങ്ങനെ നടത്തിയാലും അതല്ലേ ഒരു ദൈവവൈതലിൻ്റെ സമർപ്പണം. എന്തുവാ? രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ കർത്താവിന് സന്ധി ജീവൻ കൊടുത്തിട്ട് എന്തുവാ പറഞ്ഞത്? ഇന്ന് തൊട്ട് എൻ്റെ യജമാനൻ ആരാ? എൻ്റെ മേൽ കർത്തൃത്വം വഹിക്കുവാൻ യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായിട്ടും ദൈവവുമായിട്ടും സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പം തീരുമാനമെടുക്കേണ്ടത് എന്ത് വിഷയമാണ്? എൻ്റെ പേഴ്സിൽ ഇനി 1 രൂപ ഇല്ലെങ്കിലും, എൻ്റെ പേഴ്സിൽ ഇനി നിറച്ചുണ്ടെങ്കിലും, എനിക്ക് ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിലും, ശരീരത്തിന് ആരോഗ്യം തീരെ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ സമാധാനം കെടുത്തുന്ന അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചാലും, എനിക്ക് വലിയ സന്തോഷം തന്നാലും, എല്ലാറ്റിനും ഒരുപോലെ സ്തോത്രം പറയുവാൻ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ടെന്ന്. അത് ആത്മാവ് ഉള്ളിലുള്ളവർക്ക് കഴിയത്തുള്ളൂ, ലോകമനുഷ്യർക്ക് കഴിയത്തില്ല. ഇതുപോലെ ഒരു ദാസൻ്റെ മനസ്സ് കാര്യങ്ങൾ സാധിക്കണം. ഒരു ദാസൻ്റെ മനസ്സ് അധ്വാനിച്ചതിൻ്റെ ഫലം കിട്ടണം, അത്രയേ ഉള്ളൂ. കാശ് കിട്ടണം, കൂലി കിട്ടണം. ഒരു മകൻ്റെ മനസ്സ് നോ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അവിടെ ഓരോരുത്തരും എൻ്റെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വന്നു ചേരുന്നതിൻ്റെ സന്തോഷം അല്ല. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പ്രൈസോ കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള അതേ സന്തോഷമായി തീരട്ടെ. സോ അപ്പോൾ ഇവിടെ പറയുക അവകാശിയാണ്, പക്ഷേ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഹീസ് ഈക്വലൻ ടു എ സ്ലേവ്. ഒരു ദാസന തുല്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ആ മർമ്മം മനസ്സിലായോ? അവകാശിയാണ്, പക്ഷെ ആത്മീയമായിട്ട് വളർന്നില്ലെങ്കിൽ മകനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ ആത്മീയമായിട്ട് വളരാത്ത ഒരാളെ നീ വെറും ദാസന തുല്യ. ദാസനായിരിക്കും ചിലപ്പോൾ ആ വീട്ടിൽ കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും, അങ്ങനല്ലേ? ഒരു വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞാണ്, ആ കൊച്ചു കുഞ്ഞിന് വളർച്ച പ്രാപിച്ചിട്ടില്ല, ആ വീട്ടിലെ ജോലിക്കാരനായിരിക്കും കൂടുതൽ ഉത്തരവാദിത്വവും അധികാരവും ഒക്കെ ആ ഭവനത്തിലുള്ള. ഇവൻ പറയുമ്പോൾ ഞാനാണ് ഇവിടുത്തെ അവകാശി, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇവൻ വളർച്ച പ്രാപിക്കണം. ഇവൻ്റെ അവകാശങ്ങൾ നടത്തിച്ചെടുക്കണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യണം? വളർച്ച പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും ഇത്രയുമേ ഉള്ളൂ ആ ചൈൽഡിഷ്നെസ് എന്ന് വെച്ചാൽ ഇപ്പോഴും എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, ലോകൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ എനിക്ക് സന്തോഷം വേണം, എനിക്ക് സമാധാനം വേണം, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ കാര്യങ്ങൾ നടക്കണം. ആമേൻ. ഞാൻ വെറുതെ പറയുമല്ല, വെറുതെ പറഞ്ഞു പോവുമല്ല.
സോ ദൈവമക്കളുടെ നല്ലൊരു ശതമാനവും അത് അങ്ങനെ അല്ലെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒന്ന് മൊബൈൽ റെക്കോർഡറൊക്കെ ഉണ്ടല്ലോ, ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്ക്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് എത്രത്തോളം കർത്താവിന് മഹത്വം കൊടുക്കുവാനും എത്രത്തോളം മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ. നമ്മൾ വലിയൊരു മർമ്മമാണ് ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതോടെ ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയും അല്ലാത്ത പ്രാർത്ഥനയുമായിട്ട് വ്യത്യാസം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം ദൈവമക്കളോടാണ് പറയുന്നത്. ഇത്രയും വർഷങ്ങളായ ദൈവസഭയോടാണ് പറയുന്നത്. റോം അന്നത്തെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്റ്റാൻഡേർഡ് സഭയോടാണ് പറയുന്നത്. അന്ന് ചക്രവർത്തി ഭരിക്കുന്ന ഏറ്റവും വലിയ അന്നത്തെ പട്ടണത്തിലെ സഭയോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് എവിടെയെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇന്ന് വല്ലോ നമ്മളോട് ദൈവമക്കളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടുക ദേവദാസനെ. താൻ ആത്മാവിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് എവണ്ണം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വാക്കുകളായിട്ട് ഞരക്കങ്ങളായിട്ട് ഗോഡ് വിൽ ഗിവ് യു അട്രൻസ് ആൻഡ് ഗോഡ് വിൽ ഗിവ് യു വേർഡ്സ് ഇൻ യുവർ മൗത്ത് എന്ന് എഴുതിയിരിക്കും അല്ലേ. അതുകൊണ്ട് വാക്കുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യമായിരിക്കത്തില്ല പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ദൂതന്മാരെ അയച്ച് ദൈവം കരുതിക്കോളും. അത് ഇറ്റ് ഈസ് ടേക്കൻ കെയർ ഓഫ് ഇല്ലേ. അല്ലല്ല, ആ ദൈവം ചെയ്തോളൂ, അത് നമ്മുടെ കാര്യമല്ല. ഈ ദിവസങ്ങൾ സ്തോത്രം ആ ഒരു മർമ്മം ആ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ കൊരിന്ത്യർ സഭയോട് പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. ആ ശിശുത്വം മാറാത്ത ഒരു അനുഭവം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 11. 1 Corinthians 13:11. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഞാൻ ക്രിസ്തുവിൽ ശിശുവായിരുന്നപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കണം, എനിക്ക് വിടുതൽ കിട്ടണം, എൻ്റെ കടം മാറണം, എൻ്റെ പ്രശ്നം മാറണം, എൻ്റെ രോഗം മാറണം. ഇതൊക്കെയാണ് ശിശുവിനുള്ളത് ചിന്തിച്ചു. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ്? പപ്പയെ അനുഗ്രഹിക്കണേ, മമ്മിയെ അനുഗ്രഹിക്കണേ, നല്ല ഫുഡൊക്കെ തരണേ, നല്ല കളിപ്പാട്ടം തരണേ, ആമേൻ. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്രയേ ഉള്ളൂ. അവർക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. നമ്മളും ചിലപ്പം കർത്താവിൻ്റെ മനസ്സിൽ ഓരോ ദേശത്ത് അന്യാരാധന വർദ്ധിക്കുമ്പോൾ, ഓരോ ദേശത്തെ സഭ ക്ഷീണിക്കുമ്പോൾ, ഓരോരുത്തർ വചനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നമ്മളിപ്പോൾ 1 Corinthians 13:11 വായിച്ചത്, ഓരോരുത്തർ ആ സത്യവചനത്തിൽ നിന്ന് മാറുമ്പോൾ എൻ്റെ കർത്താവിന് ഞാൻ ഈ വില കൊടുത്തതെല്ലാം വെറുതെ ആയി പോകുന്നല്ലോ എന്നുള്ള വലിയ വിഷമം എൻ്റെ കർത്താവിൻ്റെ മനസ്സിൽ, തമ്പുരാൻ്റെ മനസ്സിലുള്ളപ്പോൾ നമുക്കിതുവെല്ലാം വിഷയമാണ്. നമുക്ക് ഈ ആരാധന ഒന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നാളെ തിങ്കളാഴ്ച തൊട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഭാരം, അതിൻ്റെ ടെൻഷൻ, നമ്മുടെ ഓരോ വിഷയങ്ങൾ, ജോലി, ബിസിനസ്, ഓരോ മക്കളുടെ കാര്യം, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഭാരമെങ്കിൽ എത്രത്തോളം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, എത്രത്തോളം നമ്മൾ കർത്താവിൽ നിന്ന് മാറിപ്പോയി, എത്രത്തോളം നമുക്ക് ആത്മീയമായിട്ട് വളർച്ച വന്നിട്ടില്ലെന്ന് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് അസസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ ആൾ ചെയ്യുന്നില്ല. ആരും ഇപ്പോൾ പാസ്റ്ററോ ഒന്നും നിങ്ങൾ ആരും അസസ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എന്നെ തന്നെ ഒന്ന് അസസ് ചെയ്യട്ടെ. നിങ്ങളെ തന്നെ നമുക്ക് നമ്മളെ തന്നെ അല്ലെങ്കിൽ ഒന്ന് വചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് നോക്കുവാൻ ദൈവം സഹായിക്കും. ഇവിടെ എഴുതിയിട്ടില്ലേ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിൻ്റെ കാര്യം ചിന്തിച്ചു, അങ്ങനെ ഞാൻ നിരൂപിച്ചു, എൻ്റെ കാര്യം ആമേൻ. പക്ഷേ ഞാൻ വളർച്ച പ്രാപിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് വരാൻ, വചന വെളിപ്പാടുകൾ, ഓരോ പുതിയ നിയമസഭയ്ക്കുള്ള പ്രമാണവും ഞാൻ ആരാന്നും ഈ മണവാട്ടിയായി തീരുവാന്ന് പറയുന്നത് എന്താണെന്നും, സ്വർഗത്തിലുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല എന്ന് എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഈ ലോകത്തിൻ്റെ ഭൗമിക നന്മയ്ക്ക് വേണ്ടിയൊക്കെ എത്ര ദൈവദാസന്മാർ ആ വാക്യം എടുക്കാറുണ്ടെന്നറിയാം. എത്ര ഹൗസ് വാമിങ്ങിന് ഞാൻ ആ വാക്യം ദൈവദാസന്മാർ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ വീട് വല്ലതും ആണോ അത്? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നമുക്ക് വേണ്ടി കർത്താവ് പണിയുന്ന സ്വർഗവും കർത്താവിൻ്റെ കൂടെ നമ്മൾ വസിക്കാൻ പോകുന്ന സ്വർഗീയ വാസവും അതൊക്കെ ഒന്നും ഉള്ളിൽ നമുക്ക് ഇമാജിൻ ചെയ്യുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളർച്ച പ്രാപിച്ചപ്പോൾ എൻ്റെ ശിശുത്വമല്ല ഞാൻ അങ്ങ് എന്ത് ചെയ്തു, ഈ എന്നെ അനുഗ്രഹിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ സന്തോഷവുമൊക്കെ ഞാനങ്ങ് വിട്ടിട്ട് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന എന്തിനാ? കർത്താവിൻ്റെ മണവാട്ടി അല്ലെ, ദൈവം വിളിച്ച ഓരോരുത്തർക്കും പുതിയ നിയമസഭയിലുള്ള ഓരോരുത്തർക്കും ഒരു ശുശ്രൂഷയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പാസ്റ്ററിന് മാത്രമല്ല, അല്ലെങ്കിൽ ദൈവദാസന്മാർ പലരും ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും എന്തുണ്ട്? ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചുണ്ട്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രി, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാൻ. ആ പീസ് വർക്ക് ഒന്ന് തീർന്നാലല്ലേ അടുത്ത പീസ് വർക്ക് നമ്മൾ ഏൽപ്പിക്കത്തുള്ളൂ. നമ്മൾ ഈ ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കമ്പനി ഒരു യൂണിറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ തന്ന വർക്ക് തീർത്താലേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ, പുതിയ വർക്ക്. അവിടെ ഞാൻ അവിശ്വസ്തനാണെങ്കിൽ, ചിലപ്പം പിന്നെയും അവിശ്വസ്തനാണെങ്കിൽ പരിശുദ്ധാത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ടുപോകും. നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണ്, നമ്മുടെ ദൈവസഭകളിൽ അഭിഷേകത്തിൽ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്ര ദൈവമക്കളുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എപ്പോഴും എന്ത് ചെയ്തു,
അത് പിന്നീട് അവർ ഫലം കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാം. അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, അതുകൊണ്ട് അവരുടെ യേശുവിൽ വസിക്കുന്ന കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവാ നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ എന്ന് സഭ ക്ഷീണിക്കുമ്പോൾ സഭയോട് പറയുവാൻ കാരണമെങ്കിൽ സ്തോത്രം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ശിഷ്യത്വം വിട്ടിട്ട് ദൈവം കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്കാവും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നതിന് ഒന്നുകൂടെ ആ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് ഓർപ്പിച്ചോട്ടെ. നീ അവകാശിയാണ്, സത്യം, നമ്മളതിൽ സന്തോഷിക്കുന്നു. പക്ഷേ നീ ആത്മീയമായിട്ട് വളർന്നില്ലെങ്കിൽ, നീ ശിശുവാണെങ്കിൽ, നീ ദാസനേക്കാൾ കഷ്ടമാണ്. മനസ്സിലായ? അവകാശിയാ, പക്ഷേ ശിശുവാണെങ്കിൽ നീ ദാസനേക്കാൾ കഷ്ടം. എന്ന് വെച്ചാൽ നിത്യത പ്രാപിക്കത്തില്ലെന്ന് തന്നെ. ആ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ വാക്യം, ഈ നമുക്ക് വളർച്ച പ്രാപിച്ചു എന്ന് ആരാണ് പറയേണ്ടത്? പഴയ നിയമം ഒരു ശിശുപാലകനെ ട്യൂട്ടറായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ മേലിൽ വായിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവാണ് സകല സത്യത്തിലും നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മൻ. പോകുന്ന നല്ലത്, പോയാൽ ഒരു കാര്യസ്ഥൻ, ഗൈഡ്, ടീച്ചർ എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിച്ച് കൃപ തന്ന്, ബലം തന്ന്, കൈക്ക് പിടിച്ച് നമ്മളെ ശക്തരാക്കി നിർത്തുന്നത്. ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ രക്ഷിക്കപ്പെട്ട അനുഭവത്തേക്കാൾ നമ്മളിന്ന് എത്രത്തോളം ശക്തിയോടുകൂടി നിൽക്കുന്നു, അങ്ങനല്ലേ? ആൾക്കാരൊന്ന് അവരൊന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിച്ചപ്പോൾ അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. അതോ അന്നായിരുന്നോ ശക്തിയോടുകൂടി നിന്നത്? അന്നത്തെ എരിവൊക്കെ പോയോ? പ്രൈസ് ലോർഡ്. പക്ഷേ നമുക്ക് കൂടുതലും പേർക്കും പറയുവാൻ കഴിയില്ല. അന്നത്തേക്കാൾ എത്രത്തോളം വിശ്വാസത്തിലും ബലത്തിലും പ്രത്യാശയിലും നല്ല ആത്മീയ കാഴ്ചപ്പാടും കർത്താവിന് നമ്മളെ നിർത്തുന്നു. ആരാ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തി? അനേക ദൈവദാസന്മാരെ നമ്മളെ മെൻറ്റർ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ട്, അനേക മെൻറ്റേഴ്സിനെ ഉപയോഗിച്ച് കാണും. പക്ഷെ ആരാണ് നമ്മളെ നടത്തിയത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ലേ? ഗ്രഹവിചാരകന്മാർ, സ്റ്റൂവേർഡ്സ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ ടീച്ചർ, പിന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞ അല്ലെങ്കിൽ ഇരിക്കുന്ന ഗ്രഹവിചാരകന്മാർ, അവരുടെ കീഴിൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്ന് വളർച്ച പ്രാപിക്കുന്നു എന്ന് ആര് പറയണം? കർത്താവ് പറയണം. നമ്മൾ വളർച്ച പ്രാപിച്ചു. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ വളർച്ച പ്രാപിച്ചു. എല്ലാത്തിനും ഒരു മീറ്ററുണ്ട്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ആ കൊരിന്ത്യൻ ലേഖനത്തിൽ ആ ഭാഗം ഒന്ന് വായിച്ചുണ്ട്. 1 കൊരിന്ത്യൻ 3-ാം അധ്യായം 1-2. 1 Corinthians chapter 3 verse 1 and 2. ആരാ ഇവര്? ആദ്യത്തെ അധ്യായത്തിൽ എന്തോ പറയുന്നത്? ഒരു കൃപാവർത്തനം കുറവ്. നമ്മൾ എത്ര നാളായി ഒരു കൃപാവർത്തനം പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എത്ര നാളായി അഭിഷേകത്തിന് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ അഭിഷേകം പ്രാപിച്ചവർക്കൊരു എത്ര നാൾ, ഞാൻ ഉൾപ്പെടെ എത്ര നാൾ നമ്മളൊക്കെ കാത്തിരുന്നാണ് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്ത്. ഒരു കൃപാവരം പ്രാപിക്കേണ്ട എത്രത്തോളം വില കൊടുത്ത്, എത്രത്തോളം താഴ്മയോട് ക്രമീകരണം പ്രാപിക്കേണ്ട ഏരിയകളെല്ലാം ക്രമീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന ഏരിയകൾ തീരുമാനമെടുക്കുമ്പോഴാണ് നമുക്കൊരു കൃപാവരം കർത്താവ് തരുന്നത്. അതൊരു വിലയേറിയ ദാനമാണല്ലോ. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തരുന്നതാണല്ലോ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയോട് പറയുക, നിങ്ങൾ ശിശുക്കളായതുകൊണ്ട് നിങ്ങൾ ആത്മീയരല്ല. ഈ ജഡീകരണം പറയുമ്പോൾ എന്തോ അതിനകത്ത് കാണൽ, ഈ ലോകത്തിൽ എൻ്റെ ഈ ശരീരത്തിൻ്റെ സുഖം, സന്തോഷം, ഇവിടുത്തെ ജീവിതം, ഇവിടുത്തെ ലക്ഷറീസ്, ആരും അനുഭവിക്കാത്ത സന്തോഷവും, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രസംഗ വിഷയങ്ങൾ. ഇതൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു 1000 ആമേനും കിട്ടും, വലിയ അങ്ങനെയല്ല ഇതിന് പറയുന്നത്, എന്തുവാ ഒരു വലിയ അപ്ലോസ് ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിങ്ങൾ അനുഭവിക്കാത്ത, കയറാത്ത, ചെല്ലാത്ത രാജ്യങ്ങൾ, നിങ്ങൾ ഇതുവരെ ജീവിക്കാത്ത ലോകസുഖത്തെ പറ്റിയൊക്കെ ഒന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേഡിയം മുഴുവൻ നിറയും. ദൈവമക്കളെ, തൊട്ടടുത്തല്ലേ സ്റ്റേഡിയം, കൊച്ചി മുഴുവൻ ഇങ്ങി വരും. ആർക്കാണ് ഇഷ്ടമല്ലാത്ത? സ്തോത്രം. അതിനാണോ നമ്മുടെ മേലുള്ള വിളി? അതിനാണോ നമ്മളെ വിളിച്ചത്? യേശു കർത്താവ് അതിനാണോ വന്നത്? താൻ തൻ്റെ സ്വർഗീയ സിംഹാസനം വിട്ടിട്ടാണല്ലേ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നമ്മളിന്ന് കർത്താവിൽ അനുഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു അല്പം വില കൊടുക്കാൻ അവകാശിയാണ്, പാർട്ട്നേഴ്സാണ്. ഞാനും കർത്താവും ആരാ? പക്ഷേ കർത്താവ് ക്രൂശ് അനുഭവിച്ചു. കർത്താവിനോട് ചേർന്ന് ക്രൂശ് അനുഭവിക്കാൻ മനസ്സുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവിൻ്റെ മേശ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ചുമ്മാതെ അങ്ങനെ ചിലർ വിചാരിക്കുന്നത് പങ്കെടുത്ത് കഴിഞ്ഞാൽ അനുഗ്രഹമാണെന്നൊക്കെ. അനുഗ്രഹമായി തീരണമെങ്കിൽ എന്തായി തീരണം? കർത്താവിൻ്റെ അതേ ഫ്രീക്വൻസിയിലേക്ക് നമ്മളൊന്ന് വരണം. നമ്മളെ വിളിച്ച വിളിയും ആ ഉദ്ദേശവും ഒന്നും അറിയണം. കർത്താവ് അന്ന് വില കൊടുത്തുകൊണ്ടാണ് നമ്മളിന്ന് കർത്താവിൽ സന്തോഷിക്കുന്നത്. ഇന്ന് പിശാചിന് പാരമ്പര്യ ശക്തിക്ക് നമ്മളെ പഴയ പോലെ വലിച്ചുകൊണ്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിലും പറ്റാതിരിക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ മുദ്ര ചെയ്ത് കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ വഹിച്ചിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ബലമൊന്നുമല്ല,
നമ്മുടെ ആത്മീയ ബലമൊന്നും അല്ല കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ പോഞ്ഞിരിക്കുക. അപ്പോൾ ലോകമനുഷ്യർ പലപ്പോഴും ക്ഷുദ്രശക്തികളും മന്ത്രവാദങ്ങളും അന്യാരാധന ശക്തികളും ഒക്കെ അവരെ കാളിയും കണ്ട ചാത്തനും ഒക്കെ അവരെ ബാധിക്കുമ്പോൾ നമ്മൾ ഏത് ദുർഭൂതമാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ആത്മസന്തോഷത്തോടുകൂടിയും നമുക്കൊരു പ്രാഗൽഭ്യമുണ്ട്. ബിക്കോസ് വി ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ ബ്ലഡ് ഓഫ് ദ ലാംബ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മളെ മുദ്രയിട്ടു എന്ന് അത് എന്തുകൊണ്ട് ആ പ്രാഗൽഭ്യം, ആ സന്തോഷവും അതൊരു കോൺഫിഡൻസാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും ഇവിടെ പലരോട് ചിലരോട് ഇവിടെ വന്ന കൗൺസിലിങ്ങിനൊക്കെ വന്ന ചിലരോട് പറയുവാനില്ല. കഴിഞ്ഞ ദിവസവും പലരും ഒരു മുസ്ലിം കുടുംബത്തോടൊക്കെ കുറച്ച് നേരെ സംസാരിക്കാൻ ഇടയായി തീർന്നപ്പോൾ അവർ പല മന്ത്രവാദത്തിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തോ വെള്ളം ചെയ്തോ, നിങ്ങളും ചെയ്ത് നോക്കുക. അതിൻ്റെ മധ്യത്തിൽ സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചോട് നിൽക്കുന്നതിൻ്റെ കാരണം അവരോട് പറഞ്ഞു കൊടുക്കാൻ എത്തിയെന്ന് അവരിങ്ങനെ നോക്കുക. കാര്യം ഇതൊക്കെ എല്ലാവരെയും ബാധിക്കും എന്ന് പറയുന്നു. ഇത് നമ്മളെ ബാധിക്കത്തില്ല നമ്മൾ ആ കൃപയിലാണെങ്കിൽ. അപ്പം ഈ കർത്താവ് വില കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഞെളിഞ്ഞു നിൽക്കാൻ പറ്റുന്നത്. ദൈവദാസന്മാർക്ക് പോലും ഏത് അന്ധകാര ശക്തിയുടെ മുമ്പിലും ഏത് അന്യാരാധന ശക്തി ഉള്ളിടത്തും ധൈര്യമായിട്ട് ചെന്ന് ഭൂതശക്തിയെ ശാസിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ടാണ്. ആ കർത്താവിന് വേണ്ടി അല്പം ഒന്ന് ഇന്ന് ഈ മഴ ശക്തമായി പെയ്ത് ഈ റോഡെല്ലാം വെള്ളമായിരുന്നെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഉണ്ടാകുമായിരുന്നോ? നമുക്ക് എളുപ്പമായില്ല. ഒരു റീസൺ, അയ്യോ വരാൻ പറ്റില്ല. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ എല്ലാ വിഷയത്തും നമ്മുടെ വിഷയമൊക്കെ നമ്മൾ വേണം 4 മണിക്കൂർ മുമ്പേ പോയി എയർപോർട്ടിൽ പോയി നിൽക്കും. അതിനൊന്നും ഒരു കുഴപ്പം 5 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് അവിടെ പോയി നമ്മൾ നിൽക്കും 5 മണിക്കൂർ. പക്ഷേ കർത്താവിന് വേണ്ടി ഒരു അല്പം വില കൊടുക്കാനോ നമ്മളിത്ര ശോധന ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്, ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, എന്നെ ഉൾപ്പെടെ നമുക്ക് എത്രത്തോളം ദൈവിക കാര്യത്തിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയി തീരുവാൻ മനസ്സുണ്ട്. ആ കൊരിന്ത്യർ സഭ ഇതൊക്കെയാണ് അവർ മാറിപ്പോകാൻ കാരണം. അതുകൊണ്ട് ഇവിടെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജഡീകരെന്ന പോലെ. എന്നിട്ട് അവർ ഈ ജഡീകരോട് വല്ലതും ആഴത്തിലുള്ള കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 2-ാമത്തെ വാക്യം വായിച്ച 3:2. ഒരു കൃപാപരിസരം ചുമ്മാതല്ല പൗലോസിനെ കൊരിന്ത്യ സഭ പല രീതിയിൽ ഭ്രാന്തരെന്നും പോഷണെന്നും പുള്ളിയുടെ കുറ്റമൊക്കെ എടുത്ത് പറഞ്ഞ് പല രീതിയിൽ പുള്ളിയെ കുറ്റപ്പെടുത്തിയ കാര്യം ഉള്ള കാര്യം അങ്ങ് വെട്ടി തുറന്നങ്ങ് പറയുമല്ലേ. പരിശുദ്ധാത്മാവിൽ പൗലോസ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും മറച്ചു വെക്കാതെ കർത്താവ് തരുന്ന അതുപോലെ ഞാൻ എന്ത് ചെയ്യും. ഇവരോട് പറയുക, നിങ്ങൾ ഇപ്പോഴും ജഡീകരാണ്. ഒരു കൃപാപരിസരം കുറവില്ലാത്ത സഭയോട് പറയുക, അവർ ആത്മീയ ക്ഷീണത്തിൽ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. ജാതികൾ കേട്ടാൽ അറയ്ക്കുന്ന പാപം, കേട്ടോ, ജാതികൾ കേട്ടാൽ അറയ്ക്കുന്ന പാപം കൊരിന്ത്യ സഭയിലുണ്ട്. അവിടുത്തെ ഇടയന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അവിടുത്തെ മൂപ്പന്മാർക്ക് ആ വ്യക്തിയെ പുറത്തു കളയാൻ പറ്റുന്നില്ല. അതിനാണ് പരിശുദ്ധാത്മാവിൽ ശക്തമായിട്ട് ഈ ലേഖനം എഴുതിയിട്ട് പറയുന്ന ആ വ്യക്തിയെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തുക. കാരണം അല്പം പുളിപ്പ് മതി ഈ പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുവാൻ. ആ ദേശത്തെ സഭയുടെ സാക്ഷ്യമില്ലാതായിപ്പോൾ കർത്താവിൻ്റെ നാമം ദുഷിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കറക്ഷൻ വരുത്തുന്നത്. അപ്പോൾ അവരോട് പറയുക, ഈ ആത്മീയമായിട്ട് വളർച്ചയുള്ളവരോട് മാത്രമേ ആത്മീയ മർമ്മങ്ങളും ക്രൂശിൻ്റെ വചനമൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല. ഈ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ഇവിടെ അത്രയും കൊച്ചു കുഞ്ഞാരുമില്ല, ഹല്ലേലൂയ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇത് എല്ലാ അമ്മമാരും അപ്പന്മാരും ഒക്കെ ചെയ്ത് കാണും. ഞങ്ങൾ ചെയ്ത ഒരു ചെറിയ കാര്യം ഞങ്ങൾ പറയാം. ആദ്യത്തെ കുഞ്ഞിൻ്റെ മണ്ടയ്ക്കാണ് പേരൻസ് ഉള്ള ടെസ്റ്റിംഗ് മുഴുവൻ നടത്തുന്നത്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞിന് എന്ത് ചെയ്യണം, പെട്ടെന്ന് വളരണം. ഞാൻ ഓർക്കുന്നു, അപ്പോഴേ അവനെ കൊച്ചിലെ ഒരു 2 മാസമൊക്കെ ഉള്ളപ്പോൾ മുട്ട കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഒരു 3 മാസം ഉള്ളപ്പോൾ ഞങ്ങൾ ഒരിക്കലും അവനെ ചിക്കൻ സാൻഡ്വിച്ച് തീറ്റിച്ചത് ഞാൻ ഓർക്കുന്നു. 3 മാസമേ ഉള്ളൂ, ഓർക്കണം. അവനെ പെട്ടെന്ന് വളരാൻ വേണ്ടി കുത്തി അങ്ങ് തീറ്റിച്ചു. ഇതെല്ലാം തിന്ന് ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയുടെ സമയത്ത് ഇച്ചിരി കഴിഞ്ഞിട്ട് ഈ ചിക്കൻ സാൻഡ്വിച്ച് എല്ലാം അതുപോലെ എന്ത് ചെയ്തു, ഒക്കെ പോയതെല്ലാം അതുപോലെ ഒരൊട്ടും ദഹിക്കാതെ ഈ സാധനം എന്ത് ചെയ്തു പോയി. അല്ലെ പറയാൻ വേറെ ഒന്നും, ഇത് വല്ലതും ആ പ്രായത്തിൽ ദഹിക്കുമോ? ഈ കുഞ്ഞിന് ഇത് വല്ലതും ദഹിക്കാൻ പറ്റുമോ? ദഹനക്കേടുണ്ടാകത്തില്ലേ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആത്മീയമായിട്ട് വളർന്നില്ലെങ്കിൽ അവരോട് ഈ ക്രൂശിൻ്റെ വചനവും ഈ ഡിസൈപ്പിൾഷിപ്പും, ഇത് വലിയ ഇപ്പോഴത്തെ വിഷയമാണ്. ഡിസൈപ്പിൾഷിപ്പൊക്കെ പറയാൻ വലിയ എളുപ്പമാണ്. എത്ര പേർക്ക് ഇത് പഠിപ്പിക്കുന്നവർക്ക് പോലും എത്ര പേർക്ക് അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ സമർപ്പണം ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാം ആരായുന്ന കർത്താവിന് മാത്രമാണ്. ഈ സമർപ്പണം ഒരു ശിഷ്യൻ എല്ലാം ത്യജിച്ച്, അതിനകത്ത് എന്തൊക്കെയാണ് ത്യജിക്കാൻ? അപ്പനെ ആണേലും അമ്മയാണേലും സഹോദരങ്ങളാണെങ്കിലും കുടുംബമാണെങ്കിലും മക്കളാണെങ്കിലും ഭവനമാണെങ്കിലും വസ്തുവാണ്, എല്ലാം ത്യജിക്കാതെ നിനക്ക് എൻ്റെ ക്രൂശ് എടുക്കുവാൻ കഴിയത്തില്ല എന്ന് യേശു പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് കയറി പറയാൻ ആരെങ്കിലും നമ്മൾ ആളാണോ? ആരും ആളല്ല.
അതാ ഡെഡിക്കേഷൻ. ആ ഒരു ഡെഡിക്കേഷനാണ് ഒരു പണവാട്ടയായി തീരുവാനുള്ള ഒരു വ്യക്തിയിൽ നിന്ന്. അവരെ ആരും കളയാനല്ല അതിൻ്റെ അർത്ഥം, അല്ലല്ല, അവർക്കുള്ള പ്രാധാന്യതയൊക്കെ അത്രയേ ഉള്ളൂ. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയും കർത്താവുമായിട്ടുള്ള നിത്യബന്ധത്തിനാണ് പ്രാധാന്യത. എത്ര പേര് ആ അവിടെയാണ് അങ്ങനെ ചിന്തിക്കണേ തന്നെ എന്ത് ചെയ്യണം? ഒരു ആത്മീയ വളർച്ച ഉണ്ടാക്കണം. ഈ ലോകത്തിലെ ബന്ധങ്ങൾ, കുടുംബ ബന്ധം പോലും താൽക്കാലികമാണ്. 30 മാക്സിമം 50 വർഷം മാത്രം. കർത്താവുമായിട്ടുള്ള ബന്ധം നിത്യമാണ്. അപ്പോൾ ഏതിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്? ഏതിനാ പ്രാധാന്യത കൊടുക്കേണ്ടത്? അപ്പോൾ ഈ ദിവസങ്ങൾ ദൈവമക്കളെ അത്രയൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാകണേ തന്നെ എന്ത് ചെയ്യണം? ശിശുവാണെങ്കിൽ നീ ദാസനായിത്തീരുന്ന അതിനേക്കാൾ നല്ലത്. നീ ദാസന് തുല്യമാണ്. പക്ഷെ നീ ആത്മീയമായിട്ട് വളർന്നേലേ നീ ശരിക്കും ഒരു അവകാശിയായി തീരുവാൻ കഴിയത്തുള്ളൂ. ഗലാത്യ സഭയോട് ആത്മീയമായിട്ട് വളരുവാൻ, അല്ലല്ല, കൊരിന്ത്യ സഭയോടും പറഞ്ഞു, പലവട്ടം നിങ്ങൾക്ക് ഞാൻ കട്ടിയുള്ള ആഹാരം തരാൻ ശ്രമിച്ചു, പക്ഷെ ഇപ്പോഴും എന്തുവാണ് ഈ പാല്? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. സൗഖ്യം തരുന്ന കർത്താവ് കടം മാറ്റും, പ്രശ്നം മാറ്റും, ആശ്വാസം തരും. നമ്മുടെ പാപം നമുക്ക് രൂപാന്തരം വന്ന് ഓരോ ഏരിയയിൽ പണി നടന്ന് ഈ വെട്ടുകുഴി വെച്ച് തന്നെ കുറവ് തീർത്ത് വെട്ടേണ്ടടമൊക്കെ വെട്ടി യേശുവിനെ പോലായി തീർന്നാൽ അവിടാണ് എന്തു പറയുന്നത്? അപ്പം നമുക്കൊക്കെ ചിന്തിച്ച് നോക്കാം. എബ്രായ ലേഖനത്തിലൊക്കെ യെരൂശലേമിലെ സഭയോട് പറയുന്ന പോലെ കാലം വെച്ച് നോക്കിയാൽ യു ഷുഡ് ബി ടീച്ചേഴ്സ്. കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ ആരാകണം? ഉപദേഷ്ടാക്കന്മാരായി തീരണം. പക്ഷേ ഇപ്പോഴും നിങ്ങൾ എങ്ങനെയാ? ഇത് യെരൂശലേമിലെ സഭയോട് പറയുന്നു, ഇത് ഗലാത്യയിലെ സഭയോട് പറയുന്നു, ഇത് കൊരിന്ത്യയിലെ സഭയോട് പറയുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ അത് അതിൻ്റെ ആൻസർ പറയിപ്പിച്ചിട്ടേ കർത്താവിന് വിടുത്തുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം കർത്താവിനുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ശരിക്കും ഉള്ളത് പറ മോനെ. അതുവരെയും കർത്താവ് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം പത്രോസ് സമ്മതിച്ചു, എൻ്റെ കർത്താവേ, ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോഴൊക്കെ ഞായറാഴ്ചയൊക്കെ എനിക്ക് നല്ല എരിവും സ്നേഹമൊക്കെയാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ തൊട്ട് എൻ്റെ കാര്യമാണോ? പത്രോസ് അത്രേ പറഞ്ഞുള്ളൂ, എന്നെ ഉള്ളതുപോലെ കർത്താവേ അങ്ങ് എന്ത് ചെയ്യുന്നു അറിയുന്നു. യു നോ മീ വെൽ. അവിടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഒത്തിരി വചനങ്ങൾ കൊലോസ്യ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ആദ്യ പാഠം പിന്നീട് നിങ്ങൾ വായിച്ചോ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-8 വായിക്കുമ്പോൾ 10 വരെയൊക്കെ വായിക്കുമ്പോൾ അവിടെ എല്ലാം ഈ ഒരു ആദ്യ പാഠം, ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ വേൾഡ്, ഇവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾ ശിശുവാകുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൻ്റെ നിയമം, ഇപ്പോൾ ചിലർ പറയും ബുദ്ധി വേണ്ടേ, ലോകത്തിൻ്റെ കാര്യങ്ങൾ. ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ ബുദ്ധിയും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കർത്താവിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൻ്റെ ബുദ്ധിയും കൊണ്ടിരുന്നാലാണ് നമ്മൾ പേടിക്കുന്നത്. അയ്യോ ഇന്നത് സംഭവിക്കത്തില്ലേ, അത് സംഭവിക്കത്തില്ല, നാളെ എന്തായിത്തീരും. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നിയമവും ലോകത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വിപരീതമാണ്. മനസ്സിലായി? ലോകത്തിലൊരു കാര്യം സയൻസസ് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് അതങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അപ്പം ലോകബുദ്ധി വെച്ചിട്ട് വചനം അനലൈസ് ചെയ്യാൻ നോക്കല്ലേ. ദിസ് ഇസ് നോട്ട് എ ഫീൽഡ് ഓഫ് സയൻസ്. തിയോളജി ബൈബിൾ കോളേജിൽ അവർക്കത് ഇനി ആന്ത്രപ്പോളജി ആയിക്കോട്ടെ, ന്യൂമാറ്റോളജി ആയിക്കോട്ടെ, വേൾഡ് റിലീജിയൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ കുറച്ച് ഹീബ്രുവും കുറച്ച് ഗ്രീക്കും തിയോളജിയുടെ പല ഏരിയാസൊക്കെ അവിടെ പഠിപ്പിക്കും. അത് സയൻസായിട്ട് പഠിപ്പിക്കും. ഇത് കർത്താവിൻ്റെ സന്ധിയിൽ പരിശുദ്ധാത്മാവിൽ മുട്ടുമേ ഇരുന്ന് ജീവിതം ക്രമീകരണം പ്രാപിക്കുമ്പോഴേ വെളിപ്പാടുകൾ കിട്ടത്തുള്ളൂ കേട്ടോ. അത് മാത്രമേ നമ്മളെ ജീവിപ്പിക്കത്തുള്ളൂ. നിങ്ങൾ ശിശുവായിരിക്കുമ്പോഴാണ് നിങ്ങൾ ലോകത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഇന്ന് നമ്മൾ ദൈവമക്കളെ നോക്കിയാൽ വലിയ വ്യത്യസ്തരൊന്നുമല്ല, ജാതികളെക്കാൾ എന്തുമല്ല, എല്ലാവരും ജീവിക്കുന്ന പോലെ നമ്മളും ജീവിക്കുന്നു. എല്ലാവരും പിള്ളേർക്ക് വേണ്ടി കരുതുന്നു, ഭാരപ്പെടുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് ലോകം നമ്മളിലുള്ളിൽ ക്രിസ്തു വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വി ഷുഡ് ബി സ്പെഷ്യൽ, ഒരു വ്യത്യസ്തരായി തീരണം. അങ്ങനെയല്ലേ, കർത്താവിൻ്റെ പത്രമായി തീരണം, അല്ലല്ലേ? അത് ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ശിശുവായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമാണ്, സമയം ചുരുക്കൊണ്ട് മുൻപോട്ട്. 4-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഈ മറിയം ആരാ? ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച ഒരു സഹോദരി, യോസഫ് മറിയം. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അവരിൽ ഒരാളായിട്ട് കർത്താവ് എന്ത് ചെയ്തു? ജനിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? കാലസമ്പൂർണതയായപ്പോൾ ആ ക്രിസ്തുവിൽ കൂടാണ് നമുക്ക് കർത്താവ് ന്യായപ്രമാണത്തെ മാറ്റി നിർത്തി ഒരു പുതിയ നിയമം കർത്താവ് നമുക്ക് തന്നത് എന്നൊരു വലിയ വെളിപ്പാടാണ്. ഇവിടെ മുഴുവൻ 1-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായം ഇവർ ആത്മീയമായിട്ട് ക്ഷീണിച്ചപ്പോൾ യെരൂശലേമിൽ നിന്ന് വന്ന് താമസിച്ച എബ്രായരാണ് ഇവിടുത്തെ ആദ്യത്തെ
വിശ്വാസികളും സുവിശേഷകരും ദൈവദാസന്മാരും മൂപ്പന്മാരും ഒക്കെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കര, ഒരു ജൂയിഷ് ഇൻഫ്ലുവൻസ് ഭയങ്കര. അവരെപ്പോഴും ജാതികളെ കൊച്ചാക്കി ഞങ്ങളാണ് എബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം റോമാലയനത്തിൽ ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ, നമ്മൾ യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും ക്രിസ്തുവിൽ ഒരുപോലെ. റോമാലയനത്തിൽ പറഞ്ഞാൽ ഒരു വിശേഷതയുമില്ല. ആര് ക്രിസ്തുവിനെ ധരിക്കുന്നോ അവരുടെ ഉള്ളിൽ കർത്താവ് വന്ന് വസിക്കും. അല്ലെങ്കിൽ ആര് ക്രമീകരണം പ്രാപിക്കുന്നു. അപ്പം ഇവിടും അവരെ പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പറയുന്നത്, പഴയ നിയമത്തിലെ നീക്കം ചെയ്യുവാനാണ് കർത്താവ് എന്ത് ചെയ്തത്? ന്യായപ്രമാണത്തിൽ ഒരാളായിട്ട് തന്നെ ജീവിച്ച് അവർക്കൊരവസാനത്തെ ചാൻസ് കൊടുത്തു. അവരവരെ മശിഹായെ തള്ളിക്കളഞ്ഞു. ഇതൊക്കെ ദൈവത്തിൻ്റെ നീതിയാണ്. ഇതൊക്കെ പഴയ നിയമ പ്രവചനങ്ങളായതുകൊണ്ട് അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തിട്ട് പിന്നെ താൻ എന്ത് ചെയ്തു? ലോകരക്ഷകനായിട്ട് പിതാവ് തന്നെ ഉയർത്തിയ ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ടാണ് 6-ാമത്തെ വാക്യം, ആ ന്യായപ്രമാണത്തിൽ കൂടെ, ആ ന്യായപ്രമാണത്തിൽ ജനിച്ച വ്യക്തിയിൽ കൂടാണ് നമുക്കും എന്തു വന്നത്? രക്ഷ വന്നത്. അപ്പം ന്യായപ്രമാണത്തിനല്ല പ്രാധാന്യത കൊടുത്ത് നമുക്ക് രക്ഷ തന്ന കർത്താവിൽ കൂടെ നമ്മളെ വീണ്ടെടുത്ത്. അതാണ് അടുത്ത വാക്യത്തിൽ, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ വന്ന കർത്താവിൽ കൂടെ ആ വില കൊടുത്തിട്ട് നമുക്ക് എന്ത് പ്രാപിക്കാനാ? പുത്രത്വം പ്രാപിക്കുവാൻ. അടുത്ത വാക്യത്തിലൊക്കെ പറഞ്ഞ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, സ്വന്തം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, all those who believe on him have the right to become the children of God. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള കാശ് കൊടുത്തൊന്നുമല്ല. പഴയ നിയമം പോലും വീണ്ടെടുപ്പ് വില ഇത്ര കിലോ പൊന്ന് കൊടുത്തിട്ടൊന്നും സ്വർണം കൊടുത്തിട്ടൊന്നും അല്ല നമ്മൾ കർത്താവൻ പ്രൈസ് നമ്മളൊന്നും ചെയ്തില്ല, വിശ്വാസത്താൽ. അതുകൊണ്ടാണ് പഴയ നിയമവും അതിൻ്റെ പ്രവൃത്തികളും അതിൻ്റെ ആചാരങ്ങളും പെന്തിക്കോസ്റ്റിലും കാണും. അതിൻ്റെ എന്തുണ്ട്? കുറേ സിസ്റ്റമാറ്റിക് രീതികളും അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ ട്രഡീഷൻസും. അതൊന്നും നമ്മളെ ജീവിപ്പിക്കത്തില്ല. തിയോളജി, അതിൻ്റെ സയൻസ് ഞാൻ പറഞ്ഞില്ല, അതൊന്നും ജീവിപ്പിക്കത്തില്ല. പക്ഷെ ക്രിസ്തുവിൽ കൂടുള്ള പ്രൈസ് ദി ലോർഡ് ആ വചന വെളിപ്പാടുകൾ ആഴത്തിൽ കർത്താവിനോട് അടുക്കുമ്പോഴാണ് സ്തോത്രം ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത. ഇത് കുടുംബ ബന്ധത്തെക്കാൾ മധുരമാണ്. ദാവീദ് അനുഭവിച്ചു ദൈവമക്കളെ. പുതിയ നിയമ ഭക്തരെ നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത 1000 പൊൻ വെള്ളി നാണയത്തേക്കാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ 100 കണക്കിന് 1000 കണക്കിന് കോടി, മില്യൺസ് ഓഫ് ഡോളേഴ്സ് അല്ലേ, 1000 കോടി രൂപയേക്കാൾ ഹല്ലേലൂയ വിലയുള്ളതാണ്, ശ്രേഷ്ഠമാണ്. ഇത് തേനേക്കാൾ തേൻകട്ടേക്കാൾ മധുരമുള്ളതാണ്. പഴയ നിയമ ഭക്തൻ അനുഭവിക്കാൻ കഴിഞ്ഞത് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള നമുക്ക് തന്നെ ഇതൊന്നും പറയുവാൻ കഴിയാതെ. അപ്പം കർത്താവുമായിട്ടുള്ള ബന്ധം അതിൻ്റെ ആഴത്തിൽ ഞാൻ പറഞ്ഞില്ലേ, രക്ഷിക്കപ്പെട്ടപ്പോഴത്തെ എരിവെങ്കിൽ ഇപ്പോഴുണ്ടോ? അന്നുണ്ടായിരുന്ന തീരുമാനങ്ങളെങ്കിൽ ഇപ്പോഴുണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗലാത്യരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയാണ് സാത്താൻ ദൈവമക്കളെ ക്ഷീണിപ്പിക്കുന്നത്. പതുക്കെ നമ്മളെ ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, ലോകത്തിൻ്റെ ആദ്യ പാഠം. അന്നൊക്കെ നമ്മൾ ഏത് വിഷയമുണ്ടെങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടിരുന്ന നമുക്ക് പറ്റുന്നുണ്ടോ? ഇപ്പം മനുഷ്യരിലല്ലേ ആശ്രയിക്കുന്നത്? അല്ലെ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവമക്കൾ ഇത് പേഴ്സണലാണ്, ഇതൊന്നും കുടുംബമായിട്ടൊന്നുമല്ല. കുടുംബമായിട്ട് ദൈവം ആക്കിയിരിക്കുന്ന മനുഷ്യൻ ഏകനായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സഭ, ഫെലോഷിപ്പ് വേണം നമ്മുടെ എൻകറേജ്മെൻറ്റ്. പക്ഷേ ഇതൊന്നും കാണത്തില്ല. സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനും പോകാനും സ്വർഗത്തിലെത്തുമ്പോഴും ഒറ്റയ്ക്കാണ് നമ്മൾ ന്യായവിധൂസത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. ഒറ്റയ്ക്കാണ് നമ്മൾ കർത്താവുമായിട്ട് നിത്യതയിൽ വസിക്കേണ്ടത്. അപ്പം ആ പേഴ്സണൽ റിലേഷൻഷിപ്പിന് ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും മനസ്സിലാകത്തില്ല. നീ വളർച്ച പ്രാപിക്കുമ്പോഴാണ് നീ ശരിക്കും അവകാശിയായി തീരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ 4ഉം 5ഉം വാക്യത്തിൽ, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ ന്യായപ്രമാണത്തിൽ ജനിച്ച കർത്താവിൽ കൂടാണ് കർത്താവ് നമുക്ക് വലിയൊരു ഇതൊരു വലിയ മർമ്മമാണ് ദൈവമക്കളെ. ആത്മീയർക്കും കൊരിന്ത്യ സഭയോട് വീണ്ടും പറയുമ്പോൾ ഈ മർമ്മങ്ങളൊക്കെ കൊരിന്ത്യ ലേഖനത്തിലാണല്ലോ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ച്. ദൈവത്തിൻ്റെ ആഴങ്ങൾ ആരാഞ്ഞ്, ആ ആഴങ്ങൾ, ആ മിസ്റ്ററീസ് നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അഭിഷേകം നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ അഭിഷേകത്തിൻ്റെ പ്രാധാന്യത്തെ ദൈവദാസന്മാർ പോലും എന്ത് ചെയ്യുന്നില്ല. അതറിഞ്ഞാലേ അവർക്ക് ജനങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ടീച്ചിങ് ഈ കാലഘട്ടത്തിൽ അന്ന് പണ്ടുണ്ടായിരുന്നു ദൈവമക്കളെ. അത് ലഭിക്കുന്നത് വരെ അതിനെ കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ നടത്തി. ഇനി ഒരാൾ അഭിഷേകം പ്രാപിച്ചില്ല, എല്ലാവരും വ്യക്തിയെ നോക്കും, എന്തോ കാര്യമായ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്,
ഇത് മനുഷ്യനല്ലല്ലോ, വചനത്തിൽ എഴുതിയിട്ടില്ലേ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനം കഴിക്കുന്നു, പക്ഷേ എൻ്റെ പുറകിൽ വരുന്നവൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അയക്കുവാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിന്നെ ആത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. അപ്പം കർത്താവാണ് അഭിഷേകത്താൽ നിറയ്ക്കുന്ന. ആത്മസ്നാനം കർത്താവിൽ നിന്നാണ്. ഈ ദിവസങ്ങൾ അഭിഷേകം പ്രാപിച്ച് കൃപാവരങ്ങൾ പ്രാപിച്ച് എൻ്റെ ആവശ്യകത മനസ്സിലായാലല്ലേ മറ്റുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയവും മാറ്റിവെച്ച് അഭിഷേകം പ്രാപിച്ചവരും കർത്താവെ പണ്ട് പറഞ്ഞ 2 ലൈനും കൊണ്ട് ഞാൻ ഇരിക്കുക, എനിക്ക് പുതുഭാഷകൾ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നാവിൽ തരുന്നത് ഉച്ചരിച്ച് കർത്താവിനോടൊരു ആത്മീയ കോൺവെർസേഷൻ സ്വർഗീയ ഭാഷയിൽ എൻ്റെ അകത്തെ മനുഷ്യരും കർത്താവുമായിട്ട് ആ ഒരു ആത്മീയ ലെവൽ. അതുകൊണ്ടാണ് ശിശുവായിരിക്കുന്നിടത്തോളം നീ ദാസനേക്കാൾ കഷ്ടമാണ്, പക്ഷേ നീ വളർച്ച പ്രാപിച്ചാൽ നീ ആരാ? അവകാശിയാണ്. പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞിട്ടാണ് അല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ തിയോളജിക്കൽ അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ഈ ലോകജ്ഞാനം വചനം അനലൈസ് ചെയ്യാൻ തരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഫീൽഡ് ഓഫ് തിയോളജീസ് ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചാലും ജീവിതം രൂപാന്തരം വരത്തില്ല. അതൊക്കെ പഠിച്ചാലും വചന വെളിപ്പാടുകൾ, ആൾക്കാർക്ക് രൂപാന്തരം തരുന്ന വചന വെളിപ്പാടുകൾ ശുശ്രൂഷിക്കുവാൻ പറ്റത്തില്ല. 9 വായിച്ചേ. ഈ സ്വർഗീയ വെളിപ്പാടുകളും സ്വർഗത്തെ പറ്റിയുള്ള വെളിപ്പാടുകളും ഒക്കെ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ അകത്ത് നൽകി തരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ, കർത്താവെ ആ വെളിപ്പാടുകൾ ഇന്നുവരെയും ഹല്ലേലൂയ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ആഴമേറിയ ആഴങ്ങൾ എഴുതിയിരിക്കുന്നത്. there's a lot of depth. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴങ്ങളുള്ള എത്ര ദൈവമക്കളെ ഓരോ പകലും ഒരു പുതിയ വെളിപ്പാട് തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനത്തിനും അതിന് ആഴമുണ്ട്. അതത്രയും വലുതാണ്. ഈ യഹോവയായ ദൈവം എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന് പറയുന്ന സങ്കീർത്തനം 23 തന്നെ ഇന്നും നാളെയും ഓരോ പുതിയ വെളിപ്പാടുകൾ തരുവാൻ കർത്താവ് മതിയായവനാണ്. അതിന് ആഴങ്ങളുണ്ട് ദൈവമക്കളെ. ദൈവവചനത്തിനെല്ലാം അതിൻ്റെ ആഴങ്ങളുണ്ട്. ഇത് വെറും ഒരു സബ്ജക്റ്റ് ആയാൽ, സയൻസ് ആയാലുള്ള കുഴപ്പം എന്തോന്നറിയാം, ഞങ്ങൾക്കൊക്കെ പഠിപ്പിക്കുന്നവർക്കറിയാം. നേരത്തെ കമ്പ്യൂട്ടർ സയൻസാണ് പഠിപ്പിച്ചുകൊണ്ട്, അതുപോലല്ല, അത് എന്നും ഒരു സബ്ജക്റ്റാണ്. കമ്പ്യൂട്ടർ സയൻസിന് പിന്നെയും കുറച്ചുകൂടെ അപ്ഡേഷൻസ് വരുന്നുണ്ട്. മറ്റേ ഒരു ഫീൽഡ് ഓഫ് സയൻസ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സിന് അറിയാം. നമ്മളൊക്കെ പഠിക്കുന്ന NCERTയുടെ പുസ്തകങ്ങളൊക്കെ 86 ഏതോ ഒരു ഭട്ടോ ഏതോ ഒരു ആരാണ്ടൊക്കെ എഴുതിയതാണ്. ഏത് വർഷത്തെ പുസ്തകങ്ങളാണെന്നറിയാമോ ഇപ്പോഴും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത്? അതിന് വേറെ മാറ്റമൊന്നുമില്ലല്ലോ. ബോറിംഗ് ആയി വരും. പഠിപ്പിക്കുന്നവർക്ക് തന്നെ എന്ത് ചെയ്യും? പുതിയതൊന്നുമില്ല, എന്നും അത് തന്നെ ഒരേ സിലബസിൽ കിടന്നിട്ട്. വചനം അങ്ങനല്ല. ഇന്നലെ മനസ്സിലാക്കിയതിനേക്കാൾ ആഴങ്ങൾ കർത്താവ് നമുക്ക് തരും. താഴോട്ട് അതിൻ്റെ 6ാമത്തെ വാക്യം. നിങ്ങൾ മക്കളാവുമ്പോൾ സ്തോത്രം ഉള്ളിലൊരു പരിശുദ്ധാത്മാവുണ്ട്. ആ ആത്മാവിനെ പറ്റി ഇവിടെ എഴുതിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. അബ്ബാ പിതാവേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജോലിക്കാരൻ അവൻ ജോലി ചെയ്ത് കൂലി വാങ്ങിച്ചിട്ട് പോകുന്നു. അവൻ്റെ കൂലിയുടെ പ്രതിഫലം മതി. എനിക്ക് എൻ്റെ പ്രതിഫലം തരണമേ, നേരത്തെ വാങ്ങിച്ചിട്ട് അങ്ങ് പോയി. നമ്മളങ്ങനല്ല. നമ്മുടെ പ്രതിഫലം എന്തുവാ? സ്വർഗത്തിൽ കർത്താവിനോടുകൂടി നിത്യമായി വസിക്കാം എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നും ഈ ലോകത്തിൽ മോഹിക്കേണ്ട. അതിലൊക്കെ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നിട്ടുള്ളതിനായി സ്തോത്രം. അതിലൊന്നും ഹൃദയവും മനസ്സും ഒന്നും വെക്കണ്ട. അതിൽ പുകഴുകയും വേണ്ട. തന്ന ദൈവത്തിന് അത് എടുക്കുവാനും കഴിയും. ഹല്ലേലൂയ. എന്തെങ്കിലും കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തയോടുകൂടി ദൈവനാമ മഹത്വത്തിനായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ കൈകാര്യം ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പുകഴുവാനുള്ളത് എന്തുവാ? എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. എന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ അത് എല്ലാവർക്കും പറ്റത്തില്ല. അത് ശരിക്കും അവകാശിക്കേ പറ്റത്തുള്ളൂ. എൻ്റെ കർത്താവേ, അവർക്ക് പേടിയില്ല. അവർക്ക് മുല്ലപ്പെരിയാർ പൊട്ടുമല്ല. ഇവിടെ ഇനി റിസഷൻ ഉണ്ടാവുമല്ല. ഇവിടെ ഇനിയും കോവിഡ് വന്നാലും അവർക്ക് പേടിയില്ല. കോവിഡിനേക്കാൾ മരണകരമായ ഏത് രോഗം വന്നാലും പേടിയില്ല. ഒറ്റ വിളിയേ ഉള്ളൂ, അബ്ബാ പിതാവേ. ആ ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ പ്രാധാന്യത അറിയുന്ന നമ്മുടെ ഈ ജീവിതം ഞാനിങ്ങനെ പറയുമ്പോൾ അല്ലെ വിറ്റ്നസ് ചെയ്യുമ്പോൾ എൻ്റെ അയൽവക്കക്കാരൻ മനസ്സിലാവും എന്തുവാ അതിൻ്റെ പ്രത്യേകത. അവരും ആഗ്രഹിക്കും. ദൈവമക്കൾ, ഈ ബന്ധം ഒന്ന് ഉറപ്പിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ. ഈ ബന്ധം ഒന്ന് സ്ട്രോങ് ആയാൽ മാത്രമേ ഉള്ളൂ. എത്ര ശത്രുക്കളോ, എത്ര അന്യാരാധനയോ, എത്ര മന്ത്രവാദമോ, ക്ഷുദ്രശക്തിയോ, ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ദാവീദ് പറഞ്ഞാൽ 10,000 എൻ്റെ ഇടത്തോ 1000 വലത്തോ ഒക്കെ വരട്ടെ, യഹോവയുടെ നാമത്തിൽ അവരെല്ലാം എന്ത് ചെയ്യും? അവർക്കൊന്നും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇതൊരു ബന്ധമാണ്. ദാവീദ് എന്തുവാ പറഞ്ഞ? സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടിപ്പിച്ചത്. ആ ബന്ധം അവിടെ ആ ഇസ്രായേലിൻ്റെ പാളയത്തിൽ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. എല്ലാം ദൈവമക്കളാണ്. അവിടെ ശരിക്കും അഭിഷക്തൻ ആരാ? ശൗല. ഈ അഭിഷക്തനായിരുന്നവന് പോലും എന്തില്ല? ദൈവവുമായിട്ട് ദാവീദിനുണ്ടായ പോലും ഒരു ബന്ധമില്ല.
ഗോലിയാത്തിനെ കണ്ട് പേടിച്ചിരുന്നപ്പോൾ താൻ പറഞ്ഞു എന്തുവാ, എനിക്ക് അനുഭവങ്ങളുണ്ട്. സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചവൻ, അല്ലല്ല കരടിയുടെ കയ്യിൽ നിന്ന് വിളിച്ചവൻ, ഈ ജാതീയ വ്യക്തി ഇവനെ ഞാൻ അല്ലല്ല ഐ കം ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു, ഞാൻ അവൻ്റെ തല വെട്ടും, ദൈവജനത്തിന് വിടുതലുണ്ടാവും. പ്രവചിച്ചോണ്ടാണ് മുൻപോട്ട് പോകുന്നില്ലേ? പ്രൈസ് ആർക്കേ പറ്റത്തുള്ളൂ ദൈവമക്കളെ. ഇവിടേക്ക് നമുക്ക് ഓരോരുത്തർക്കും പറ്റും. നമ്മുടെ മേലുള്ള വിളി ശ്രേഷ്ഠമാണ്. അതൊന്ന് വർക്കൗട്ട് ചെയ്യണം, അതിലൊന്ന് ഫോക്കസ് ചെയ്യണം. അല്ല അവിടെ ആ ഏരിയകളിലൊക്കെ ഒരു വളർച്ച ഉണ്ടാകണം. ഗലാത്യ സഭയ്ക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ, കൊരിന്ത്യ സഭയ്ക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ, ലോത്തിന് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ, ഏശാവിന് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ ഒക്കെ പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയെ വീണ്ടും ഓർപ്പിക്കുന്ന ഇവിടെ അവകാശിയായില്ലേ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ. 2 വാക്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന്, റോമാലേഖനം 8-ാം അധ്യായം മുഴുവനും അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ 8:16 വായിച്ചേ. ഇതെല്ലാം ഈ ബന്ധമെല്ലാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവ് ദ്വാര. എന്നെ ശിശുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ട് ഞാൻ ആരാ? കർത്താവിൻ്റെ ഒരു പൈതലായി തീർന്നു, ഒരു കൊച്ചു ശിശു. ആ ഒരു അനുഭവത്തിൽ നിന്ന് എന്നെ വളർച്ച പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തുവാൻ പണിയുന്നതാരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ ആത്മാവാണ് അവസാനം സാക്ഷ്യം പറയേണ്ടത്, ഞാൻ ആരാണ്. അതുകൊണ്ട് ഈ ജീവിതയാത്രയെ മുമ്പ് ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അല്ലെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ, അവരാണ് ആര്? ദൈവത്തിൻ്റെ മക്കൾ. അപ്പം ഞായറാഴ്ച നമ്മൾ പകൽക്കാലമൊക്കെ എങ്ങനെയാണ് ആ ഒരു 9 മണി വരെ ഒരു പോരാട്ടമുണ്ട്, അല്ലേ? അതോ ഒരു തീഷ്ണതയില്ല, എരിവില്ല. 9 മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉഷാറ്, പെട്ടെന്ന് ഒരുങ്ങി 10 മണിക്ക് ഇങ്ങനെ എത്തണ്ടേ. പിന്നെ ഭയങ്കര ഉഷാറാണ് 1 മണി വരെ. ആത്മാവിനാൽ തന്നെയാണ് നമ്മുടെ ആരാധനയൊക്കെ. ഇത് കഴിഞ്ഞിട്ടും ആത്മാവിനാലാണോ നടത്തപ്പെടുന്നത്? നമ്മുടെ ഡയലോഗ്സ്, നമ്മുടെ വർത്തമാനം, നമ്മുടെ ചിന്ത, നമ്മുടെ തീരുമാനം, നമ്മുടെ ഈ അത്യാഗ്രഹം, ഇതൊക്കെ എൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ടോ? ലോകസ്നേഹം, ജഡസ്നേഹം, അല്ലല്ല. സോ അവിടെയൊക്കെ ആത്മാവിനാൽ എപ്പോഴും ഈ ആരാധന സമയത്തല്ല കാഹള ഊതാൻ പോകുന്നു, അത് ഉറപ്പാണ്. കള്ളൻ അർദ്ധരാത്രി വരുന്ന പോലെ, ഇടിമിന്നൽ വരുന്ന പോലെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കാഹള ഊതുമ്പോൾ എങ്ങനെ യജമാനൻ വരുമ്പോൾ യജമാനൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണ്? ദേ ആർ ബ്ലെസ്സഡ്. അതാണ് ഭാഗ്യം, അതാ ബ്ലെസ്സിങ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വചനത്തിൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം. യെസ്, അല്ല 2 തെസ്സലോനിക്കർ 2:13. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വിളി ആദ്യം മുതൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനാണ്. ടു ബി സാങ്ക്ടിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? ഇന്നത്തെ പ്രസംഗങ്ങൾ എന്തുവാണ്? നിങ്ങളെ അംബാനിയേക്കാൾ വലിയവനാക്കുവാൻ, ജീവിക്കാത്ത ലക്ഷറീസ്, കാണാത്ത എന്തെങ്കിലും ദൈവം തന്ന സ്തോത്രം, അതിലധികം മനസ്സ് വെക്കണ്ട. അപ്പോസ്തലനായ പൗലോസിന് പോലും കൊടുക്കാത്തതായിരിക്കും പലതും കർത്താവ്. അതൊന്നും അല്ല നമ്മുടെ മോട്ടോ. പൗലോസ് പറയുന്നത്, എനിക്ക് ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുവാൻ ഞാൻ ഈ ലാഭമായതുള്ളതൊക്കെ എന്ത് ചെയ്തു? ഛേദം. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ഐ കൗണ്ടഡ് ഇറ്റ് ആസ് ഗാബേജ്, കച്ചടയായിട്ട് എണ്ണിയെന്ന്. ഈ ലോകത്തിൻ്റെ വലിയ ധനവും ജ്ഞാനവും ലോകം എന്നെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അംഗീകാരവും ഒക്കെ ഞാൻ എന്താ വെച്ചു? ആസ് ഗാബേജ്, ആസ് കച്ചട. അതുപോലെ ഞാൻ എണ്ണി. എന്തുവാണ്? കർത്താവിനെ, അവനെ ഒന്ന് അറിയുവാൻ, അവൻ്റെ പുനർദാന ശക്തി ഒന്ന് പ്രാപിക്കുവാൻ. ദൈവമക്കളെ, നമ്മൾ ഇതുവരെ പ്രാപിക്കാത്ത ഹല്ലേലൂയ ആഴങ്ങളുണ്ട്. ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, ഹല്ലേലൂയ. അവൻ്റെ പുനർദാന ശക്തി ഒന്ന് പ്രാപിക്കുവാൻ. ആ പുനർദാന ശക്തി വരുമ്പോൾ ഈ ആത്മീയമായ ക്ഷീണമുള്ള ഏരിയയിലെല്ലാം ജീവൻ പകരുന്നേ. നമ്മളൊന്ന് ജീവൻ പ്രാപിച്ചിട്ട് വേണം അനേകരെ ജീവൻ പ്രാപിപ്പിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എത്ര പേരാണ് ഈ പുനർദാന ശക്തിക്ക് വേണ്ടി പ്രാപിക്കുന്നത്? പുനർദാനം പ്രാപിക്കുമ്പോൾ ഈ പുനർദാന ശക്തി പ്രാപിച്ചവരെ പുനർദാനം പ്രാപിക്കും. ആദ്യം മനസ്സിലാകും, ഈ ലോക ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിലാണ് നമ്മൾ ഈ അത്യത്തെ ശക്തി ആഴത്തിൽ പ്രാപിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന നിങ്ങളൊരു കാര്യം അറിയണം, ആദ്യം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണത്തിനായിട്ടാണ് കർത്താവ് 7 വായിച്ചിട്ട്. യെസ്, വീണ്ടും വീണ്ടും ഓർപ്പിക്കുക, അങ്ങനെ നിങ്ങൾ ഇനി ദാസനല്ല പുത്രനാ. ഇനി ഒന്നുകൂടെ പറയുക, നിങ്ങൾ ദൈവഹിതത്താൽ. വിളി എന്തുവാണ് നിങ്ങളുടെ മേൽ? ദൈവമക്കളെ, നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരാ. പക്ഷെ വിളിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസ്തരല്ല. നമ്മൾ ഈ ദിവസങ്ങൾ നമ്മുടെ വിളി അനുസരിച്ച് ഒന്ന് വിശ്വസ്തരായി തീരുവാൻ അനേകരാണ്. എല്ലാവരും ഈ ഓട്ടക്കളം തുടങ്ങിയവരാ. പക്ഷെ അവസാനം ഫിനിഷിംഗ് ലൈനിലെത്തുമ്പോൾ ഒരു യോശുവ, ഒരു കാലേബ്, 2 പേര് അവരുടെ കുടുംബങ്ങളും, പിന്നെ
നന്മ തിന്മകളെ പറ്റി തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് ചെറുപ്പക്കാർ. അവരുടെ പ്രായം ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരല്ലാതെ ഒറ്റ ഒരെണ്ണം 20 ലക്ഷത്തോളം ആൾക്കാർ ഈ മരുഭൂമി യാത്ര ചെയ്തിട്ട് ഒരു സമയത്ത്, നല്ലൊരു സമയത്ത് 20 ലക്ഷത്തോളം ആൾക്കാർ. അവസാനം എത്തിയത് എത്ര പേരാണ്? 2 പേരും അവനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അവർക്കൊരു പ്രത്യേക ആത്മാവ്, ദേ ഹാഡ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ്, ഒരു പ്രത്യേക ആത്മാവായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം നമ്മളെ കൊണ്ട് ഇത് കഴിയത്തില്ല, ഞങ്ങൾ അവരുടെ മുമ്പിലും വെട്ടിക്കിളിയായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് ഒരു അന്യാരാധന ശക്തിയെയും പേടിക്കാതെ അവരുടെ കോളിങ്, അവരുടെ വിളിക്ക് ഫോക്കസ് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ കൂട്ടിനുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഈ വിളി എങ്ങനെ ഞാൻ ഹൗ വിൽ ഐ വർക്ക് ഇറ്റ് ഔട്ട്? ഹല്ലേലൂയ. സഹായകനായിട്ട്, കാര്യസ്ഥനായിട്ട്, ടീച്ചറായിട്ട്, ഗൈഡായിട്ട് ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് കൂടുണ്ട്. ഞാൻ ആ ദേവദാസിനോട് എൻ്റെ കസിൻബറിനോട് കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, ഞങ്ങളൊക്കെ ചെയ്യുന്നത് അന്യാരാധന ശക്തി കൂടുമ്പോൾ മൂട്ടുമേലിരിക്കും, അല്പസമയം ആത്മാവിൽ ആരാധിക്കും, ജയത്തോടുകൂടി എഴുന്നേക്കും. ഏത് ഭീതിയും ഏത് പ്രശ്നവും നമ്മളെ ജീവിപ്പിക്കാൻ അനുവദിക്കാത്ത പിശാച് ചില സമയത്ത് അങ്ങോട്ട് ഇളകി വരുമ്പോൾ അല്പസമയം മൂട്ടുമേ ഇരുന്നാൽ വാലും മടക്കി അവൻ ഓടും. നാണമില്ലാത്തവനായതുകൊണ്ട് വീണ്ടും തിരിച്ചു വരും. ഇതുപോലെ നാണമില്ലാത്ത ലൂസിഫറിനെ ഞാൻ ലൂസി എന്നാണ് ചിലപ്പം വിളിക്കാറുള്ളത്. ഇതുപോലെ നാണമില്ലാത്ത ഒരു ലൂസിയെ അല്ലെങ്കിൽ കണ്ടിട്ടില്ല. ചന്തയിലൊക്കെ പട്ടിയെ കണ്ടിട്ടില്ലേ? കാലിലെടുത്ത് എറിഞ്ഞു കൊടുത്താലും മീനും ഇറച്ചിയൊക്കെ ഉണ്ട്, നാണമില്ലാതെ ഒരു റൗണ്ട് എടുത്തിട്ട് വീണ്ടും വരും. അവനെ ജയിക്കുവാനാണ് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. പല ദേശത്തു നിന്ന് വന്നവരെയൊക്കെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത് ഒരു ടീമായിട്ട് നിൽക്കാനാണ്. ആത്മാവിൽ ഐക്യപ്പെട്ട് നിൽക്കാം എന്ന് വന്നിരിക്കുന്നത്.